അനുഷ്ഠാനങ്ങളുടെ നേർക്കാഴ്ചയായി കാസർഗോഡ് കരിന്തളത്തെ നായരൂപങ്ങൾ. പ്രദേശത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് നായരൂപങ്ങൾ നേർച്ചയായി സമർപ്പിക്കുന്നത്. 17-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ആചാരം ഉത്തര കേരളത്തിൽ വ്യാപകമായത്. 1960-കൾ വരെ നായരൂപങ്ങൾ നേർച്ചയായി അർപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുകയാണ് കാവിലെ നൂറുകണക്കിന് നായരൂപങ്ങൾ. ഭീമനടിയിലും കണ്ണൂർ പുളിങ്ങോത്തിനടുത്തും നേർച്ചരൂപങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കാഴ്ച ചരിത്ര ഗവേഷകരിൽ അത്ഭുതം തീർക്കുകയാണ്. സാധാരണയായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് 17-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ വോട്ടീവ്സ് അല്ലെങ്കിൽ നേർച്ചാ വസ്തുക്കൾ സമർപ്പിക്കുന്ന രീതികൾ വ്യാപകമായിട്ട് വന്നത്. അപ്പോൾ ഒരു 300 കാലഘട്ടം മുമ്പ് തന്നെ 300 കൊല്ലം മുമ്പ് തന്നെ ഈ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സമർപ്പണം നടത്തിയിരിക്കാം. ഇവിടെ കാണുന്ന നായരൂപങ്ങളിൽ തന്നെ പുറ്റ് കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് പഴക്കം കൂടി തെളിയിക്കുന്നവയാണ്. ഇവിടെ ഒരു 1990 തൊട്ട് മുമ്പ് ഒരു 30 വർഷക്കാലം എല്ലാം മുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് തുടങ്ങിയിരിക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണമായി പിറവിയെടുത്ത കരിന്തളം കളരിയുടെ അനുബന്ധമായ ആരാധനാ കേന്ദ്രമാണ് ശാസ്താവിന്റെ കാവ്. നേർച്ച സമർപ്പണത്തിന്റെ മുന്നോടിയായി കരിന്തളം തറവാട്ടുകാർ നടത്തുന്ന കാരക്കായകൾ പരസ്പരം വാരിയെറിഞ്ഞുള്ള പടയേറ് സൂചിപ്പിക്കുന്നത് കളരിയുമായി കാവിനുള്ള അഭേദ്യമായ ബന്ധമാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണ് കാവിലെ നേർച്ച ചടങ്ങുകൾ നടക്കാറ്. 1990 മുമ്പ് 40ഓളം വർഷക്കാലം നേർച്ച സമർപ്പണം മുടങ്ങിയിരുന്നു. പിന്നീട് കഴിഞ്ഞ 30 വർഷക്കാലമായി വർഷത്തിൽ 1 വീതം നായരൂപങ്ങളാണ് നേർച്ചയായി സമർപ്പിക്കുന്നത്. ഇവിടുത്തെ ഗുരുക്കന്മാർ കളരി പഠിച്ചവരാണ്. ആ കളരി പഠിച്ചവർ കളരി ഒരിക്കലും ഒരു യുദ്ധത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഇവിടത്തേക്ക് തച്ചോളിയോദയൻ വരെ ഈ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഒരു 10-50 വർഷം മുമ്പ് വരെ ഞങ്ങൾ ഈ തറവാട്ടിലത്തെ ഗുരുക്കന്മാരാണ് നീലേശ്വരം കാവിലെ കലശത്തിന് വരെ പോകാറുണ്ട്. അവിടെ പ്രത്യേക സ്ഥാനമുണ്ട്. അവിടുത്തെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ ഗുരുക്കന്മാരാണ്. ഗുരുക്കന്മാർ അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ദൈവങ്ങളെയും ഈ തെയ്യങ്ങളെയും സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഗുരുക്കന്മാർക്ക് ജോലിയായിരുന്നു. 100 വർഷം മുതൽ 300 വർഷം വരെയെങ്കിലും പഴക്കമുള്ളവയാണ് ഈ നായരൂപങ്ങൾ. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.